കുമ്പസാരക്കൂടിനെ സ്നേഹിക്കുന്നവരുണ്ട്, വെറുക്കുന്നവരുണ്ട്. വെറുക്കുന്നവരോടൊരു കാര്യം പറഞ്ഞു തരാനുണ്ട്. കുമ്പസാരക്കൂട് നിങ്ങൾക്ക് വെറുക്കാനും കളിയാക്കാനുമുള്ള ഒരു സ്ഥലം, മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് രസിക്കാനുള്ളൊരു സ്ഥലം. എന്നാൽ ഒരു ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കുമ്പസാരക്കൂട് എന്ന് പറയുന്നത് അവൻ്റെ പാപങ്ങളെല്ലാം ഇറക്കി വയ്ക്കുന്ന ഒരു സ്ഥലം, അവൻ്റെ ആത്മാവിനെ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു സ്ഥലം. അതിൻ്റെ മനോഹാരിത മനസ്സിലാക്കണമെങ്കിൽ കുമ്പസാരക്കൂടിലേക്ക് ചെല്ലണം. തൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയണം. അതിനും തീരുന്നില്ല, അതിന് ഒരു പശ്ചാത്താപം കൊടുക്കണം, ഒരു അനുതാപം വേണം. ഈ സ്ഥിരം കുമ്പസാരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർ പള്ളിയിലേക്ക് വരുമ്പോൾ അവരെ കണ്ണുകൾ ഓടും കുമ്പസാരക്കൂട്ടിലേക്ക്. പുരോഹിതൻ അവിടെ വന്നിരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവരുടെ കണ്ണുകൾ ഓടും. അത് വന്നിരിക്കുമ്പോൾ അവന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ് അവൻ്റെ കിട്ടുന്നത്. അവൻ കുളിച്ച് ഫ്രഷാവാൻ പോകുന്ന പോലെയാണ് അവൻ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടുന്നത്. ഒരു വൈദികൻ അല്ലെങ്കിൽ പുരോഹിതൻ കുമ്പസാരിക്കാൻ വരുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ അന്നത്തെ ദിവസം, കുമ്പസാരിക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ ആ ദിവസം വേദനാജനകമായൊരു ദിവസമായിരിക്കും. എൻ്റെ പാപങ്ങൾ ഇറക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമവും കുറ്റബോധവും അവൻ ഉള്ളിലെ സൂക്ഷിച്ചു വയ്ക്കും. വൈദികൻ വന്ന് കുമ്പസാരക്കൂട്ടിൽ വരുമ്പോൾ അവൻ കുമ്പസാരിക്കുമ്പോൾ അവൻ്റെ പാപങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അവൻ്റെ മനസ്സിൻ്റെ ഭാരം അഴിയാൻ തുടങ്ങും. വൈദികൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി അവന് സമാധാനമായി, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നുള്ള ഒരനുഗ്രഹം അവൻ എത്രമാത്രം സന്തോഷം നൽകുന്നുവെന്ന് പറയണമെങ്കിൽ കുമ്പസാരത്തെ സ്നേഹിക്കുന്നവനോട് ചോദിക്കണം. അല്ലാത്തവർക്കെന്നും കുമ്പസാരക്കൂട് കളിയാക്കാനും പൊട്ടിച്ചിരിക്കാനും വേറെ പലതിനുമുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു ഗുഹ എന്ന് പറയാം മറ്റുള്ളവർക്ക്. ഈ കുമ്പസാരക്കൂടുകളെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും, പ്രായശ്ചിത്തം തരും പുരോഹിതൻ. അത് ചെല്ലും മനുഷ്യൻ. എന്നാൽ ഓരോ മനുഷ്യനും അവൻ തിരിച്ചു നടക്കുകയാണ് പുത്തൻ ഉണർവിലേക്ക്. അങ്ങനെ നടക്കുമ്പോൾ ദൈവവചനം മനോഹരമായൊരു വചനം പറയുന്നു വയ്ക്കുന്നുണ്ട്. കുമ്പസാരക്കൂട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവൻ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു വചനമുണ്ട്. സർവപരിശുദ്ധിയുടെയും ഉടയവനായ കർത്താവേ, ഈയിടെ ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തെ എന്നേക്കും അതിൻ്റെ പരിശുദ്ധിയിൽ രക്ഷിക്കണമേ. 2 മക്കബായർ 14 അധ്യായം 36 തിരുവചനം. സർവപരിശുദ്ധിയുടെയും ഉടയവനായ കർത്താവേ, ഈയിടെ ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തെ എന്നേക്കും അതിൻ്റെ പരിശുദ്ധിയിൽ രക്ഷിക്കണമേ. മറക്കരുത് ഈ വചനം.